കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രി സൂം പ്ലാറ്റ്ഫോമിൽ ദൈവവചന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിന് വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, സൂം അറ്റന് എല്ലാ പ്രിയപ്പെട്ടവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിൽ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യ കേൾവിക്കാരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ വചന പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ എഗസ്കേൽ പ്രവചനം 43-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാം കണ്ടത് കിഴക്കേ കവാടത്തിലൂടെ ദൈവമഹത്വം പ്രത്യക്ഷപ്പെടുകയും അതിൽ ആലയത്തിനകത്ത് പ്രവേശിക്കുകയും ഇസ്രായേൽ ജനത്തിന് ദൈവം പുനർനിർമ്മിക്കുന്ന, പുനഃസ്ഥാപിക്കപ്പെടുന്ന നഷ്ടപ്പെട്ട ബന്ധങ്ങളും നഷ്ടപ്പെട്ട ഉടമ്പടികളെല്ലാം പുനഃസ്ഥാപിക്കപ്പെടുന്ന നിലയിലേക്ക് ദൈവം അവരെ നടത്തുന്നതായിട്ടാണ് കാണുന്നത്. ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം യെഹെസ്കേലിനോട് പറയുന്നു. അതിനുശേഷം യാഗപീഠത്തിൻ്റെ അളവുകളും മറ്റും പറഞ്ഞ് യാഗപീഠം അവിടെ നിർമ്മിക്കുന്നു. തുടർന്ന് യാഗപീഠം ശുദ്ധീകരിക്കുവാൻ വേണ്ടി, അതിൻ്റെ ക്രമീകരണത്തിന് വേണ്ടി സാദോക്കിൻ്റെ സന്തതിയിൽപ്പെട്ടവരെ വേർതിരിക്കുന്നു. പഴയ കാലഘട്ടത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ മോശയെ ദൈവം പുരോഹിതന്മാരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുവാൻ ആക്കി വെച്ചതുപോലെ യെഹെസ്കേലിനെ ദൈവം ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി ആക്കി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി സാദോക്കിന്റെ സന്തതിയിൽപ്പെട്ടവരെ വേർതിരിക്കണമെന്ന് പറയുന്നു. ഹോമയാഗം കഴിക്കാൻ വരുമ്പോൾ, പാപയാഗം കഴിക്കാൻ വരുമ്പോൾ അതിൻ്റെ രക്തമെടുത്ത് കൊമ്പുകളിന്മേലും മുകളിലുള്ള പടികളിന്മേലും പരട്ടണമെന്ന് പറയുന്നു. 7 ദിവസം ആ പ്രക്രിയ നടക്കും. 7 ദിവസത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം വീണ്ടും ആ ശുശ്രൂഷ അവിടെ യാഗം കണ്ടിന്യൂ ചെയ്യും. അവിടെ യാഗമർപ്പിക്കേണ്ട മൃഗം ഊനമില്ലാത്തതായിരിക്കണമെന്ന് വ്യക്തമായി പറയുന്നു. മറ്റൊന്ന്, യാഗം കഴിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് യാഗം കഴിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതിലൂടെയെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്, യാഗമെന്ന് പറയുമ്പോൾ ഒരു ഉടമ്പടിയുടെ ഭാഗം കൂടെയാണ്. ഉപ്പ് ചേർക്കുമ്പോൾ ഉടമ്പടിയെ കാണിക്കുന്നതാണ്. അവരുമായി ചെയ്ത ഉടമ്പടി തമ്പുരാൻ ഉറപ്പിച്ചു കൊടുക്കുകയാണ്. ഊനമില്ലാത്തതായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ അർപ്പിക്കുന്ന മൃഗങ്ങൾ ഊനമില്ലാത്തതായിരിക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിന്റെ രക്തത്താൽ നമുക്ക് വിടുതൽ ലഭിച്ചു, നമുക്ക് പാപമോചനം ലഭിച്ചു, വലിയ മരണ ന്യായവിധിയിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു. ഇത് നടക്കുമ്പോൾ തന്നെ നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മൾ അർപ്പിക്കുന്ന സ്തോത്ര വഴിപാടുകൾ ഊനമില്ലാത്തതായിരിക്കണമെന്ന് പറയുന്നു. നമ്മൾ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമുക്കിത് പോകാം. 43-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഈ ദിവസങ്ങൾ തികച്ച ശേഷം 8-ാം ദിവസവും മുമ്പോട്ടും പുരോഹിതന്മാർ യാഗപീഠത്തിന്മേൽ നിങ്ങളുടെ ഹോമയാഗങ്ങളെയും സമാധാന യാഗങ്ങളെയും അർപ്പിക്കണം. അങ്ങനെ എനിക്ക് നിങ്ങളിൽ പ്രസാദമുണ്ടാകും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇവിടെ നോക്കണം, 7 ദിവസം കൊണ്ട് നിർത്തുവാനല്ല പറയുന്നത്. അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. അത് മുൻപോട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം.
യാഗപീഠത്തിന്മേൽ അതിങ്ങനെ ആ യാഗം നടന്നുകൊണ്ടേയിരിക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആരാധനയോടെ ബന്ധല കാണിക്കുന്നത്. പഴയ നിയമത്തിൽ യാഗപീഠം പാപത്തിനുള്ള പരിഹാരവും ദൈവസന്നിധി പ്രസാദകരവുമായിരിക്കുന്ന നിലയിലേക്ക് പറയുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതൊരു വഴിപാട്, അതൊരു ആരാധനയായി മാറുകയാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിരന്തരമായി നമുക്കൊരു ആരാധന ഉണ്ടായിരിക്കണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ആരാധന എന്ന് പറഞ്ഞാൽ ആഴ്ച ഒരിക്കൽ ചർച്ചിൽ ചെന്നിട്ട് 3 മണിക്കൂർ 2 മണിക്കൂർ അല്ലെ 1 മണിക്കൂർ നിന്നിട്ട് പാട്ടുപാടി പ്രാർത്ഥിച്ചു പോരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ആരാധന അവിടെ കൊണ്ട് തീർന്നു എന്നാണ്. ഇവിടെ പറയുന്നത് അത് കണ്ടിന്യൂ ചെയ്യണം. നിങ്ങൾ 7 ദിവസം അതിന് ശേഷവും നിങ്ങൾ അതിനകത്ത് നടത്തിക്കൊണ്ടേയിരിക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ആരാധന വെറും ആഴ്ചയിൽ 1 ദിവസം 2 മണിക്കൂർ നേരത്തേക്ക് മാത്രം മാറ്റാതെ, ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു ജീവിത ശൈലിയാക്കി മാറ്റണം. ആരാധന എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിന് പ്രസാദകരമായിരിക്കണമെന്നർത്ഥം. നമുക്ക് 24 മണിക്കൂർ പാട്ടുപാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. കാരണം നമ്മളെല്ലാം ജോലിക്ക് പോകുന്നവരും മറ്റ് പല കാര്യങ്ങൾ ഇടപെടുന്നവരാണ്. അപ്പോൾ ആരാധന എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, നിന്റെ യാത്രയിൽ നീ ഇടപെടുന്ന മേഖലകളിൽ നിന്റെ ജീവിതത്തിലൂടെ എല്ലാം യേശുവിനെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണമെന്നർത്ഥം. അതുകൊണ്ട് പറയുന്നത് നിങ്ങളുടെ വാക്കുകളൊക്കെയും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആരാധനയുടെ നിമിഷങ്ങളായി മാറണം. നമ്മൾ അർപ്പിക്കുന്ന സ്തോത്ര വഴിപാടുകൾ ഊനം കാണാൻ പാടില്ല, ഊനമില്ലാത്തതായിരിക്കണം. നമ്മൾ ദൈവത്തിൽ അർപ്പിക്കുന്ന സ്തോത്രങ്ങൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വഴിപാടെന്ന് പറഞ്ഞ് സ്തോത്രയാഗം അർപ്പിക്കുക, അതെന്നെ മഹത്വപ്പെടുത്തുന്നു. അപ്പൊ അതിനകത്ത് ഊനം കാണാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ ജനത്തോട് പറയുന്നൊരു ഒരു വാക്തത്വം അവിടെയുണ്ട്. അങ്ങനെ എനിക്ക് നിങ്ങളിൽ പ്രസാദമുണ്ടാകും. എങ്ങനെ? 7 ദിവസം നിങ്ങൾ ശുദ്ധീകരണത്തിന് വേണ്ടി ചെയ്ത ശേഷം നിരന്തരമായി ചട്ടപ്രകാരവും നിയമപ്രകാരവും നിങ്ങൾ യാഗം കഴിച്ച് മുൻപോട്ട് യാത്ര ചെയ്താൽ, ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം പറയുമ്പോൾ ആലയം വിശുദ്ധമായിരിക്കണം. അപ്പൊ അതെല്ലാം കൂടെ ആ ആലയം വിശുദ്ധമായും ദൈവം പറഞ്ഞ ചട്ടപ്രകാരം യാഗം നടത്തി മുൻപോട്ട് പോയാൽ എനിക്ക് നിങ്ങളിൽ പ്രസാദമുണ്ടാകുമെന്ന് യഹോവ കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ സ്വീകരിക്കും, ഞാൻ നിങ്ങളിൽ പ്രസാദിക്കും എന്ന് ഒരു വാക്തത്വം നൽകിയാണ് ആ അധ്യായം അവിടെ അവസാനിപ്പിക്കുന്നത്. അങ്ങനെ യെഹെസ്കേൽ ദൈവമായി ഒരു പുതിയ ഒരു ഭരണതത്വം അവിടെ അവതരിപ്പിക്കുകയല്ല, ദൈവമായിട്ടുള്ള ബന്ധത്തിന് ഒരു പുനഃസ്ഥാപനം അവിടെ പറയുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെയും ജീവിതത്തിൽ നിരന്തരമായി നാം ദൈവത്തെ ആരാധിക്കുകയും നമ്മുടെ ജീവിതം ആരാധനയായി മാറുകയും ഊനമില്ലാത്ത വഴിപാടുകൾ ദൈവസ്ഥലം അർപ്പിക്കുകയും ചെയ്താൽ നമ്മുടെ മേലും ദൈവം തൻ്റെ പ്രസാദം നമ്മൾ പ്രസാദിക്കും. ദൈവം നമ്മിൽ പ്രസാദിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളിൽ പ്രസാദിക്കും, നമ്മുടെ സമൂഹത്തിൽ പ്രസാദിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ
നമ്മുടെ ആ ജീവിതം ഒരാരാധനയായി മാറട്ടെ. നമ്മുടെ സ്തോത്രങ്ങൾ ഊനമില്ലാത്തതായി മാറട്ടെ. അങ്ങനെയെങ്കിൽ നമ്മളിൽ ദൈവം പ്രസാദിക്കും എന്ന ഈ വചനത്തിലൂടെ നമുക്ക് വിശ്വസിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. ആ നില ജീവൻ നയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മ നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 43-ാം അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് 44-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രഭുവിനെ കുറിച്ചും പുരോഹിതന്മാരെ കുറിച്ചും ഒക്കെ പറയുന്ന ചില ഭാഗങ്ങളാണ്. അതിൽ 1 മുതൽ 3 വരെ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 44-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. എന്നാൽ അത് അടച്ചിരുന്നു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം, ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നത് കൊണ്ട് അത് അടച്ചിരിക്കണം. പ്രഭുവോ അവൻ പ്രഭുവായിരിക്കയാൽ യഹോവയുടെ സന്നിധിയിൽ ഭോജനം കഴിപ്പാൻ അവിടെ ഇരിക്കണം. അവൻ ആ ഗോപുരത്തിന്റെ പൂമുഖത്ത് കൂടി അകത്ത് കടക്കുകയും അതിൽ കൂടി പുറത്തു പോവുകയും വേണം. ഇവിടെ യെഹെസ്കേലിനെ ദൈവം ആലയത്തിനകത്തെല്ലാം കൊണ്ടുപോകുന്നു. ദൈവമഹത്വം ആലയത്തിനകത്ത് പ്രവേശിക്കുന്നു. അവിടെ യഹോവയായ ദൈവം തന്റെ സിംഹാസനം സ്ഥാപിക്കുമെന്നു ഉള്ള വാഗ്ദത്തം കൊടുക്കുന്നു. ആലയത്തെക്കുറിച്ചും യാഗത്തെക്കുറിച്ചും യാഗപീഠത്തെക്കുറിച്ചുള്ള ക്രമീകരണമൊക്കെ പറഞ്ഞ ശേഷം വീണ്ടും തിരികെ അവനെ കിഴക്കേ ഗോപുരത്തിങ്കിലേക്ക് കൊണ്ടുവന്നു. അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിൻ്റെ കിഴക്കോട്ടുള്ള ദർശനമുള്ള പൂമുഖത്തെ പുറത്തെ ഗോപുരത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവന്നു. ഈ ഒരു ഘട്ടത്തിൽ അവൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾ 40-ാം അധ്യായത്തിൽ കണ്ടായിരുന്നു, യെഹെസ്കേൽ തൻ്റെ ആലയത്തെ ചുറ്റിയുള്ള കാഴ്ചകളും അവിടെയുള്ള ആലയത്തിന് പണിയെല്ലാം കാണുവാൻ ആരംഭിച്ചത് കിഴക്കേ വാതിലിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഒരു പുരുഷനെ കണ്ടായിരുന്നു. ആ പുരുഷനാണ് യെഹെസ്കേലിനെ ആലയത്തിനകത്തെല്ലാം കൊണ്ട് നടന്ന് അളന്ന് തിട്ടപ്പെടുത്തി കാണിച്ചു കൊടുത്തതും വിശദീകരിച്ചു കൊടുത്തതല്ല. ഇവിടെ അവൻ എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പലതരത്തെ ചിന്തകളുണ്ട്. ചില ആളുകൾ പറയുന്ന ആ മനുഷ്യൻ തന്നെ ആയിരിക്കാം ഇവിടെ അവൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർ പറയുന്നു യഹോവയായ ദൈവം തന്നെ അങ്ങോട്ട് നയിച്ചു എന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. അതിലേതായിരുന്നാലും ശരി, നമുക്കതിനെക്കുറിച്ച് വലിയ തർക്കങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഏതായാലും തേജസ്സുള്ളൊരു മനുഷ്യൻ ഒരുപക്ഷെ യഹോവയുടെ ദൂതനാകാം, ഇല്ലെങ്കിൽ യഹോവ തന്നെ ആയിരിക്കാം എന്ന് ഞാൻ ആ ഭാഗം പറഞ്ഞ് നിർത്തുകയാണ്. നമുക്കിവിടെ പ്രധാനപ്പെട്ട അതല്ല കാരണം. പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളാണ്. കിഴക്കേ കവാടം, കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ കവാടത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ കണ്ട ഒരു കാഴ്ചയാണ് യെഹെസ്കേൽ ഈ പ്രാരംഭ വാക്യത്തിൽ പറയുന്നത്. അവിടെ പറയുന്നത് അത് അടച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കുന്നു. പുറത്തെ മടക്കിക്കൊണ്ട് വന്നു, എന്നാൽ അടച്ചിരിക്കുന്നു. ഇവിടെ 2-ാം വാക്യത്തിൽ വായിക്കുന്നു, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണമെന്ന് പറയുന്നു. അതിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, അതിൽ കൂടെ
അകത്ത് കടന്നത് കൊണ്ട് അത് അടച്ചിരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ 1 മുതൽ 2 വരെയുള്ള വാക്യത്തിൻ്റെ അകത്ത് 3 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നു, ഇത് അടച്ചു കിടക്കുകയാണ്, ഇത് അടഞ്ഞിരിക്കണം, വാതിൽ അടച്ചിരിക്കുന്നു എന്നൊക്കെ എടുത്തു പറയുന്നു. അപ്പോൾ വളരെ പ്രാധാന്യതയുള്ള ഒരു വിഷയമാണ് വാതിൽ, കിഴക്കേ വാതിൽ അത് അടഞ്ഞിരിക്കുന്നതും തുറക്കുന്നതും ഒക്കെ. നമ്മൾ ഇതിനുള്ള അധ്യായങ്ങളും നമ്മൾ കണ്ടു. കിഴക്കേ കവാടത്തിന് ഒരുപാട് പ്രാധാന്യതകളുണ്ട്. നമ്മൾ ഇതിന് മുൻപുള്ള ചില അധ്യായങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു കിഴക്കേ കവാടത്തെക്കുറിച്ച്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും കിഴക്കേ ഭാഗത്തെക്കുറിച്ച് ഒരുപാട് പ്രാധാന്യതകൾ എടുത്തു പറയുന്നുണ്ട്. നമുക്കറിയാം യെഹെസ്കേൽ പുസ്തകത്തിൽ കാണുന്ന കിഴക്കേ വാതിലിലൂടെയാണ് ദൈവമകത്ത് ഇറങ്ങിപ്പോയത്. ഇപ്പൊ ദൈവമകത്ത് ഇറങ്ങി വന്നതും അകത്ത് പ്രവേശിച്ചതും കിഴക്കേ വാതിലൂടെയാണ്. കിഴക്കേ വാതിലൂടെ എല്ലാവരെയും പ്രവേശിപ്പിക്കത്തില്ല, അതെപ്പോഴും അടഞ്ഞിരിക്കണം. അത് പ്രഭുവിന് മാത്രമേ, രാജകുമാരന്മാർക്ക് മാത്രമേ അതിനകത്ത് പ്രവേശിക്കാൻ, ആ വാതിലിലൂടെ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. മറ്റാരെയും അതിനകത്ത് പ്രവേശിപ്പിക്കത്തില്ല. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തതും കിഴക്കേ മലയിലായിരുന്നു. യെരുശലേം ദേവാലയത്തിന് കിഴക്കു ഭാഗത്തുള്ള മലയിൽ നിന്ന്. ഇനി ഒരു മല, അത് കിഴക്ക് ഭാഗത്താണ്. അപ്പോൾ പല നിലകളും ഈ കിഴക്കേ ഗോപുരം, കിഴക്കേ വാതിൽ എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗമാണത്. ഇനി കുറേയേറെ ഭാഗങ്ങൾ പറയാനുണ്ട്. എന്നെ ആ ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ വായിക്കുന്നു അത് അടഞ്ഞിരിക്കുകയാണ്. ഇവിടെ വായിക്കുന്നു അതിലൂടെ ആരും പ്രവേശിക്കാൻ പാടില്ല. കാരണം ഇസ്രായേലിലെ ദൈവമായ യഹോവ അതിലൂടെ പ്രവേശിച്ചിരിക്കുന്നത് കൊണ്ട് അതിനകത്തൂടെ ആരും പ്രവേശിക്കാൻ പാടില്ല. അത് ദൈവത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഒരു കവാടമായിട്ടാണ് അവിടെ പറയുന്നത്. എന്നാൽ ആ വാക്യത്തിൽ തന്നെ, മൂന്നാമത്തെ വാക്യം വായിച്ചു. പ്രഭുവോ അവൻ പ്രഭുവായിരിക്കുകയാൽ യഹോവയുടെ സന്നിധിയിൽ ഭോജനം കഴിപ്പാൻ അവിടെ ഇരിക്കണം. അവൻ ആ ഗോപുരത്തിന്റെ പൂമുഖത്ത് കൂടി അകത്ത് കടക്കുകയും അതിൽ കൂടി പുറത്തു പോവുകയും വേണം. ഈ കവാടത്തിലൂടെ പ്രഭുക്കന്മാർക്ക് അഥവാ രാജകുമാരന്മാർക്ക് ഇതിനകത്തൂടെ അകത്ത് പ്രവേശിക്കാം, അതിനകത്തൂടെ തന്നെ അവർ വെളിയിൽ പോവുകയും ചെയ്യാം. അതിനകത്ത് പോയിട്ട് യഹോവയുടെ സന്നിധിയിൽ അവർക്ക് ഭോജനം കഴിക്കുവാനുള്ളതായ ക്രമീകരണങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ രാജകുമാരനെ സംബന്ധിച്ചിടത്തോളം യെഹെസ്കേൽ ഒരു ഭരണാധികാരിയെക്കുറിച്ച്, ഒരു രാജകുമാരനെ കുറിച്ച് എഴുതി. അയാൾക്ക് കവാടത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേകമാകുന്ന ഒരു പദവി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഭരണാധികാരി ആരാണ്? ഈ പ്രഭു ആരാണ് എന്ന് വളരെ ചിന്തിക്കേണ്ടതായൊരു വിഷയമാണ്. ഞാൻ ഇത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഭാഗമാണ്. അവിടെ എടുത്ത ഭാഗം പറയുന്നുണ്ട്, യഹോവയായ ദൈവം ആ വാതിലൂടെ പ്രവേശിച്ച് അതുകൊണ്ട് അത് അടഞ്ഞിരിക്കണം. അവൻ പ്രഭുവായിരിക്കിയാൽ, പ്രഭുവോ എന്ന് പറഞ്ഞാൽ പ്രഭുവായിരിക്കിയാൽ യഹോവയുടെ സന്നിധിയിൽ ഭോജനം കഴിപ്പാൻ അവിടെ ഇരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാജകുമാരന്മാരെ സംബന്ധിച്ച്, അപ്പോൾ ഈ രാജകുമാരൻ ആരാണ്?
ഈ ഭരണാധികാരി ആരാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഇത് ഇസ്രായേലുമായുള്ള ബന്ധത്തിലാണ് പറയുന്നത്. ഇസ്രായേൽ മേലുള്ള ഒരു പ്രഭുവിൻ്റെ ഭാവി ഭരണത്തെക്കുറിച്ചും ഒക്കെയാണ് ഈ ഭാഗത്ത് വിശദീകരിച്ചിരിക്കുന്നത്. നമുക്ക് യെഹെസ്കേലിലെ ഒന്നൊരു വേദഭാഗം വായിച്ചിട്ട് മറ്റു ചില വേദഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. യെഹെസ്കേൽ പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 25 വാക്യങ്ങൾ ഒന്ന് വായിച്ച്. യെഹെസ്കേൽ ചാപ്റ്റർ 34 വേഴ്സസ് 23 to 25. മേയ്ക്കേണ്ടതിന് ഞാൻ ഒരേ ഇടയനെ അവയ്ക്കായി നിയമിക്കും, എന്റെ ദാസനായ ദാവീദിനെ തന്നെ. അവൻ അവയെ മേയിച്ച് അവയ്ക്ക് ഇടയനായിരിക്കും. അങ്ങനെ യഹോവയായ ഞാൻ അവർക്ക് ദൈവവും എന്റെ ദാസനായ ദാവീദ് അവരുടെ മധ്യേ പ്രഭുവുമായിരിക്കും. യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു. ഞാൻ അവയോടൊരു സമാധാന നിയമം ചെയ്ത് ദുഷ്ടമൃഗങ്ങളെ ദേശത്തു നിന്ന് നീക്കിക്കളയും. അങ്ങനെ അവ മരുഭൂമിയിൽ നിർഭയമായി വസിക്കുകയും കാടുകളിൽ ഉറങ്ങുകയും ചെയ്യും. ഒക്കെ അവിടെ വളരെ വ്യക്തമായി പറയുന്നു, ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഞാനൊരു ഇടയനെ അവർക്കായി നിയമിക്കും, എൻ്റെ ദാസനായ ദാവീദിനെ തന്നെ എന്ന് എടുത്തു പറയുന്നുണ്ട്. അത് വായിക്കുന്ന ഞാൻ ആടിന് മധ്യ ന്യായം വിധിക്കും, ഒരേ ഇടയനെ അവയ്ക്കായി നിയമിക്കും. ഇതിൽ കുറെ പേർ താഴോട്ട് വാവും പറയും, എൻ്റെ ദാസനായ ദാവീദ് അവരുടെ മധ്യ ഒരു പ്രഭുവായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ പ്രഭു എന്ന് പറയുന്നത് ദാവീദിനോടുള്ള ബന്ധത്തിലാണ് ആ പ്രഭു എന്ന് പറയുന്നതെന്ന് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് ചെറുതായിട്ടത് മനസ്സിലാക്കാം. ഇനി യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിലേക്ക് ഇത് പോകാം. 37-25, ചാപ്റ്റർ 37 വേഴ്സ് 25. എന്റെ ദാസനായ യാക്കോബിന് ഞാൻ കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ പാർത്തിരുന്നതുമായ ദേശത്ത് അവർ പാർക്കും. അവരുടെ മക്കളും മക്കളുടെ മക്കളും എന്നേക്കും അവിടെ വസിക്കും. എന്റെ ദാസനായ ദാവീദ് എന്നേക്കും അവർക്ക് പ്രഭുവുമായിരിക്കും. എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് എന്നേക്കുമായി ഒരു പ്രഭുവായിരിക്കും എന്ന യെഹെസ്കേൽ ഈ പുസ്തകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി മറ്റ് പ്രവചന പുസ്തകങ്ങളിലേക്ക് ഒന്ന് പോകാം. മറ്റ് പ്രവചന പുസ്തകമാകുന്ന യെശയ്യാവിലേക്ക് നമുക്കൊന്ന് പോകാം. ആദ്യം യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യം ഒന്ന് വായിച്ച്. ഐശയ്യാ ചാപ്റ്റർ 55 വേഴ്സ് 3 and 4. നിങ്ങൾ ചെവി ചായ്ച്ച് എന്റെ അടുക്കൽ വരുവീൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവീൻ. ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയും ആക്കിയിരിക്കുന്നു. ഇവിടെ യെശയ്യാ പ്രവാചകനും അത് തന്നെ പ്രവചിച്ചു പറയുന്നു. ഞാൻ ദാവീദിന് നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയുമാക്കി വെക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ വ്യക്തമായി വിളിച്ചു പറയുന്നു. ഇനി യെരമ്യാ പ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യം വായിക്കാം. യെരമ്യാ ചാപ്റ്റർ 30 വേഴ്സസ് 8 and 9. അന്ന് ഞാൻ അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്ന് ഒടിച്ച് ബന്ധനങ്ങളെ അറുത്തു കളയും. അന്യന്മാർ ഇനി അവനെ കൊണ്ട് സേവ ചെയ്യിക്കുകയും ഇല്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അവർ തങ്ങളുടെ ദൈവമായ യഹോവയെയും ഞാൻ അവർക്ക് എഴുന്നേൽപ്പാനുള്ള രാജാവായ ദാവീദിനെയും സേവിക്കും. ഈ പ്രവചനം പറയുമ്പോൾ തന്നെ ഓൾറെഡി രാജാവായി ദാവീദ് രാജവാഴ്ച ചെയ്തു മരിച്ചു. എന്നാൽ
ഈ പ്രവചനത്തിൻ്റെ അകത്ത് പറയുന്നു, ദാവീദിനെ എടുത്തെടുത്ത് പറയുന്നു, അവൻ ജനത്തിൻ്റെ ഒരു പ്രഭുവായിരിക്കും, അവൻ അവരുടെ മധ്യ ഒരു പ്രഭുവായി ജീവിക്കും എന്നൊക്കെ വളരെ വ്യക്തമായി ദാവീദിനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഇനി ഹോശേയ പ്രവചനം 3-5 വാക്യം, ഹോശേയ ചാപ്റ്റർ 3:5. പിന്നത്തേതിൽ ഇസ്രായേൽ മക്കൾ തിരിഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെയും തങ്ങളുടെ രാജാവായ ദാവീദിനെയും അന്വേഷിക്കും. ഭാവി കാലത്ത് അവർ ഭയപ്പെട്ടും കൊണ്ട് യഹോവയെങ്കിലേക്കും അവന്റെ നന്മയെങ്കിലേക്കും വരും. അവർ ദാവീദിനെ അന്വേഷിക്കും. അപ്പോൾ ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യെഹെസ്കേൽ പ്രവചനത്തിൻ്റെ അകത്ത് പറയുന്ന പ്രഭു കിഴക്കേ കവാടത്തിലൂടെ പ്രവേശിക്കാൻ വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രഭു എന്ന് പറയുമ്പോൾ ദാവീദിനോടുള്ള ബന്ധത്തിലുള്ളതാണ് ദാവീദ്. ഈ യെശയ്യാ പ്രവചനവും ജെരമ്യാ പ്രവചനവും ഹോശേയ പ്രവചനവും യെഹെസ്കേലും പ്രവചിക്കുമ്പോൾ ദാവീദ് ഭൂമിയിലില്ല. എന്നാൽ ദാവീദിനെ കുറിച്ചാണ് എടുത്തു പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് വീണ്ടും നോക്കുമ്പോൾ ഈ വരാൻ പോകുന്ന പ്രഭു എന്ന് പറയുന്നത് ഇസ്രായേൽ ദാവീദിന്റെ കുടുംബത്തിൽ ജനിക്കപ്പെട്ട, ദാവീദിന്റെ വംശത്തിൽ പിറക്കപ്പെട്ട ഒരു പ്രഭുവുണ്ട്. ആ പ്രഭുവാണ് ഈ കിഴക്കേ കവാടത്തിലൂടെ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ കുറെ പേർ മനസ്സിലാക്കി കാണും. ദാവീദ് ഇസ്രായേലിന്റെ രാജകുമാരനായിരിക്കുമെന്ന് പ്രത്യേകം പറയുന്നു. അങ്ങനെയെങ്കിൽ ദാവീദിന്റെ വംശത്തിൽ പിറന്ന, ദാവീദിന്റെ കുടുംബത്തിൽ പിറന്ന ഒരു പ്രഭു ഇതിൻ്റെ അകത്തൂടെ പ്രവേശിക്കും. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-16 വാക്യം വായിക്കാം. 2 സാമുവേൽ ചാപ്റ്റർ 7:16. നിന്റെ ഗൃഹവും നിന്റെ രാജ്യത്വവും എന്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. അപ്പോൾ അവിടെ വായിക്കുന്നു, എന്നേക്കും ഉറച്ചിരിക്കും, എന്നേക്കും സ്ഥിരമായിരിക്കും. ഇത് ഏത് പ്രഭുവാണ്? യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രവചനമാണിത്. യെശയ്യാ പ്രവാചകൻ യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു എന്നാ വിളിച്ചത്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ജനിക്കുന്നതിന് മുമ്പേ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ ആ മശിക അവരുടെ വരവിനെ കുറിച്ചും മശിക ആലയത്തിനകത്ത് പ്രവേശിക്കുന്നതിനെ കുറിച്ചുള്ള ഭാഗമാണ് ഈ ഭാഗം. ഇനിയും യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശു യെരുശലേം ദേവാലയത്തിൽ പല പ്രാവശ്യങ്ങളായി പോയിട്ടുണ്ട്. അവസാനം കഴുതപ്പുറത്ത് കയറിപ്പോയപ്പോൾ യെരുശലേം ദേവാലയത്തിനകത്ത് പ്രവേശിച്ചത് കിഴക്കേ കവാടത്തിലൂടെയാണ്. യെരുശലേമിനകത്ത് പ്രവേശിച്ചത് കിഴക്കേ കവാടത്തിലൂടെയാണ്. കഴുതപ്പുറത്ത് കയറി ചെന്നത്. ജനമെല്ലാം ഏറ്റുപറഞ്ഞു, ദാവീദ് പുത്രൻ ഹോശന്ന, ഹോശന്ന, ഹോശന്ന എന്ന് ഏറ്റുപറഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് കഴുതപ്പുറത്ത് കയറി ആ കിഴക്കേ കവാടത്തിലൂടെയാണ് അതിനകത്ത് പ്രവേശിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്, ആ കിഴക്കേ കവാടം എന്നേക്കുമായി അടയപ്പെട്ടു, പിന്നെ ഇതുവരെ തുറന്നിട്ടുള്ള കിഴക്കേ കവാടം. അതിനെക്കുറിച്ച് 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അത് ഒരു പ്രഭുവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അതുവഴി ഇപ്പോൾ ഒരു പ്രഭു പ്രവേശിക്കുമെന്ന് അയൽ ജാതികൾ അറിഞ്ഞിട്ട് അതിൻ്റെ അകത്തൂടെ ഒരു പ്രഭുവും പ്രവേശിക്കല്ലെന്ന് പറഞ്ഞിട്ട് അവർ അതിനെ
ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് ചില ആളുകൾ പറയുന്നു. എന്തായാലും ശരി, ആ കവാടം തുറന്നിട്ടില്ല. ഇപ്പോൾ യേശുവിന്റെ ദേവാലയമില്ല. അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, അവിടെ ഒരു വിലാപ മതിലുണ്ട്. വിലാപ മതിലിനകത്തൊരു വാതിലുണ്ടെന്ന് പറയപ്പെടുന്നു. ആ വാതിൽ ആർക്കും തുറക്കാൻ കഴിയാത്ത നിലയിൽ അടഞ്ഞു കിടക്കുന്നു. അവർ വിശ്വസിക്കുന്നത് പ്രഭുവിന് വേണ്ടിയുള്ള വാതിലാണത്. പ്രഭു വരുമ്പോൾ ആ വാതിൽ തുറക്കും. 24-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന് രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന് രാജാവാർ, ബലവാനും വീരനും യുദ്ധവീരനുമായ യഹോവ തന്നെ എടുത്തു പറയുന്നു. അങ്ങനെയെങ്കിൽ പുരാതനത്വമായിരിക്കുന്ന പാലാമി കിഴക്കേ കവാടം തുറക്കണമെങ്കിൽ സാക്ഷാൽ പ്രഭുവായിരിക്കുന്നവൻ വരും. അവൻ മാത്രം യോഗ്യൻ. ആ വാതിലകത്ത് പ്രവേശിക്കുവാൻ യോഗ്യൻ അവൻ മാത്രം. ഇങ്ങനെയാണല്ലോ പൗലോസ് പറയുന്നത്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു. യേശുക്രിസ്തു വംശാവലി പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, ദാവീദിന്റെ വംശാവലി ഇപ്പെട്ട യേശു. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കുമെല്ലാം സ്റ്റോപ്പിടിച്ച് അതിനെ നിർത്തൽ ചെയ്തിട്ട് നമ്മുടെ മശിക രാജാവായി വരും. അന്ന് ഈ കവാടം തുറക്കപ്പെടും. അതിൻ്റെ അകത്ത് അവൻ പ്രവേശിക്കും. മശികയായി രാജ്യം അതിനകത്ത് പ്രവേശിക്കും. അവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ആ 3-ാമത്തെ വാക്യം ഒന്നുകൂടി വായിച്ച്. ഇരിക്കുകയാൽ യഹോവയുടെ സന്നിധിയിൽ ഭോജനം കഴിപ്പാൻ അവിടെ ഇരിക്കണം. അവൻ ആ ഗോപുരത്തിന്റെ പൂമുഖത്ത് കൂടി അകത്ത് കടക്കുകയും അതിൽ കൂടി പുറത്തു പോവുകയും വേണം. അവിടുത്തെ വായിക്കുന്ന അകത്ത് കയറി ഭോജനം കഴിക്കാം. ഈ പ്രഭുവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ്. ഈ രാജകുമാരന് കവാടത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ട് ഈ കവാടത്തിനകത്തിരുന്ന കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ, യഹോവയുമായുള്ള കൂട്ടായ്മയിൽ അവനായിരിക്കാമെന്ന് വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് ഈ രാത്രി നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ദാവീദിന്റെ കുടുംബത്തിൽ നിന്നുള്ളവനായിരിക്കും ഈ പ്രഭു. ദാവീദിനെ പോലെയുള്ളൊരു മനുഷ്യനായിരിക്കും അദ്ദേഹം. ദാവീദിനെ പോലെ രാജകുമാരൻ കർത്താവിനെ സേവിക്കുന്നവനും സ്നേഹിക്കുന്നവനുമായിരിക്കാം. ദാവീദിന്റെ കുടുംബം തൻ്റെ ജനത്തെ ഭരിക്കുമെന്ന് ദൈവം ദാവീദിനോട് ഉറപ്പായി വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുത, ഈ വാതിൽ പ്രഭുവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മശിഹയായി അവൻ വരും. അന്ന് കിഴക്കേ കവാടത്തിലൂടെ ആ അഴുതപ്പുറത്ത് കയറി ചെല്ലുമ്പോൾ ജനം വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്രൻ ഹോശന്ന, ഹോശന്ന. എന്നാൽ ഈ പ്രവചനം പൂർണ്ണമായി നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അന്നൊരു ഭാഗികമായി മാത്രം അത് നിവർത്തിക്കപ്പെട്ടു എങ്കിൽ അത് പൂർണ്ണമായി നിവർത്തിക്കപ്പെടുവാൻ പോകുന്നതേയുള്ളൂ. അതുകൊണ്ട് അവൻ രാജാവായി, മശിഹയായി, പ്രഭുവായി ലോകത്തെ ഭരിക്കുവാൻ വരുന്ന എൻ്റെ യേശു കർത്താവ്. എൻ്റെ കർത്താവിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. നമുക്കതിന് 4-5 വാക്യം ഒന്ന് വായിക്കാം. വടക്കേ ഗോപുരം വഴിയായി മുമ്പിൽ കൊണ്ടു ചെന്നു. ഞാൻ നോക്കി, യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കുന്നത് കണ്ട് കവിണു വീണു. അപ്പോൾ
യഹോവ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, യഹോവയുടെ ആലയത്തിന്റെ സകല വ്യവസ്ഥകളെയും നിയമങ്ങളെയും കുറിച്ച് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ നല്ലവണ്ണം ശ്രദ്ധ വെച്ച് കണ്ണുകൊണ്ട് നോക്കി ചെവി കൊണ്ട് കേൾക്ക. ആലയത്തിലേക്കുള്ള പ്രവേശനത്തെയും വിശുദ്ധ മന്ദിരത്തിൽ നിന്നുള്ള പുറപ്പാടുകളെയും നീ നല്ലവണ്ണം കുറിക്കൊള്ളുക. ഇപ്പൊ വടക്കേ ഗോപുരത്തിലൂടെ ആലയത്തിന് മുൻവശത്തേക്ക് കൊണ്ടുപോയി. കാരണം കിഴക്കേ ഗോപുരം അടഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് ഇനിയും ആർക്കും പ്രവേശിക്കാൻ സാധ്യമല്ല. പ്രഭുവിന് മാത്രം പ്രവേശിക്കാം. എഗസ്കേൽ വലത്തേ വശത്തെ ഗോപുര അത് കൊണ്ടുപോവുകയും വടക്കേ ഗോപുരത്തിലുള്ള അകത്ത് പ്രവേശിക്കുകയും ചെയ്തു. അവിടെ കണ്ടൊരു കാഴ്ച, യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തെ നിറച്ചു എന്ന് വായിക്കുന്നു. ഇതുപോലൊരു അനുഭവം നമ്മൾ ശലോമോൻ പണിത ആലയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിന് ഡെഡിക്കേഷൻ ടൈമിൽ ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിട്ട് ആലയം പുക കൊണ്ട് നിറഞ്ഞു. പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാത്ത നിലയിലായിത്തീർന്നു. എങ്കിൽ അതുപോലെ ഒരു സന്ദർഭത്തിലേക്ക് യെഗസ്കേൽ പൊളന്നിരിക്കുകയാണ്. യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞു. 43-ാം അധ്യായം 1-ാമത്തെ ഭാഗ്യത്തിൽ യെഗസ്കേൽ കണ്ട മഹത്വം, കിഴക്കേ കവാടത്തിലൂടെ പ്രവേശിച്ച മഹത്വം, ഒരിക്കൽ അവൻ കണ്ടു. ഈ കിഴക്കേ കവാടത്തിൽ നിന്ന് ഈ മഹത്വം ഇറങ്ങിപ്പോകുന്നത് കണ്ടു. അതേ കണ്ണുകൊണ്ട് തന്നെ ആ മഹത്വം തിരികെ വരുന്നതും, ആ മഹത്വം യഹോവയുടെ തേജസ് കൊണ്ട് നിറയപ്പെടുന്നതുമായി അവൻ കാണുന്നുണ്ട്. ഇന്ന് പകൽക്കാലം രാത്രികൾ ശ്രദ്ധിക്കേണ്ട വസ്തുത, വാഗ്ദത്തം ചെയ്തതുപോലെ 43-ാം അധ്യായത്തിൽ പറഞ്ഞു. ഇങ്ങനെ അതിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എന്നേക്കും ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുന്ന എൻ്റെ സിംഹാസനത്തിൻ്റെ സ്ഥലമെന്ന് പറഞ്ഞു. എങ്കിൽ ആ വാഗ്ദത്തം പോലെ ആലയത്തിനകത്ത് തേജസ് കൊണ്ട് നിറഞ്ഞു. അതൊരു വാസസ്ഥലമായി മാറി. ഇത് കണ്ടപ്പോൾ യെഗസ്കേലിന്റെ പ്രതികരണം മുൻപുണ്ടായ പ്രതികരണം പോലെയായിരുന്നു. അവൻ കവണു വീണു എന്ന് വായിക്കുന്നു. നാം മനസ്സിലാക്കേണ്ട വസ്തുത, ദൈവ മഹത്വത്തിൻ്റെ മുൻപിൽ, ദൈവ തേജസ്സിൻ്റെ മുൻപിൽ ഒരു മനുഷ്യനും പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. ഏത് വലിയ മനുഷ്യനും ദൈവമഹത്വത്തിൻ്റെ മുൻപിൽ നിൽക്കാൻ കഴിയത്തില്ല. ദൈവമില്ല എന്ന ഘോരം പ്രസംഗിക്കുന്നവരും വിവിധ തെളിവുകളിലൂടെ നിരത്തി പറയുന്നവരും ദൈവമഹത്വത്തിൻ്റെ മുൻപിൽ വരുമ്പോൾ ഇവരുടെ എല്ലാം വായ അടഞ്ഞു പോകും, മുട്ടുകൾ മുഴുവൻ മടങ്ങും. അതാണ് പറഞ്ഞത്, എല്ലാ നാവും ഏറ്റുപറയും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുഴങ്കാലും മടങ്ങുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഓർത്തിരിക്കേണ്ട വസ്തുത, ദൈവമഹത്വത്തിന് മുമ്പിൽ ഉറച്ചു നിൽക്കാവുന്ന പർവ്വതമേറെ, ദൈവമഹത്വത്തിന് മുമ്പിൽ നിൽക്കാവുന്ന കുന്നുകളേറെ. അതാ 114 സംഗതി ഇങ്ങനെ വായിക്കുന്നു, കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും തുള്ളി. നിങ്ങൾ എന്തിനാ തുള്ളുന്നത് ചോദിച്ചാൽ അവർക്ക് പറയാനുണ്ടേ, യഹോവയുടെ മഹത്വത്തിൻ്റെ മുൻപിൽ ഞങ്ങൾക്ക് നിൽക്കുവാൻ സാധ്യമല്ല. പർവ്വതങ്ങൾക്കോ കുന്നുകൾക്കോ വലിയ വൃക്ഷങ്ങൾക്കോ ആർക്കും ദൈവമഹത്വത്തിന് മുമ്പിൽ നിൽക്കുവാൻ കഴിയത്തില്ല. എൻ്റെ വാക്കി രാത്രി അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് രാത്രികാലം ഓർത്തിരിക്കേണ്ട വസ്തുത, ആ പ്രഭു വരുവാൻ സമയമായി. അടഞ്ഞു കിടക്കുന്ന വാതിൽ ഒരിക്കൽ തുറക്കപ്പെടും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മശികയായി ഭൂമിയിൽ രാജ്യവാഴ്ച തുടങ്ങുമ്പോൾ ആ വാതിൽ തുറക്കും. അതുവരെ അത് അടഞ്ഞു കിടക്കും.
നമ്മുടെ കർത്താവ് വരുവാൻ സമയമായി. നമുക്ക് അവൻ്റെ രാജ്യത്തിൽ കാണണം. ഈ ദൈവജനം പഠിപ്പിക്കുന്ന ഞാനും പഠിക്കുന്ന നിങ്ങളും ആരും നഷ്ടപ്പെട്ടിട്ട് പോകാൻ പാടില്ല. അവിടെ 43-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ഊനമില്ലാത്തവരായി ഊനമില്ലാത്ത യാഗം കഴിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതം നമുക്ക് തുടരാം. നമ്മൾ ഊനമില്ലാത്തവരായി ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ സ്തോത്രങ്ങൾ ഊനമില്ലാത്തതായിരിക്കട്ടെ. നമുക്കവൻ്റെ രാജ്യത്തിൽ അവനോടൊപ്പം വാഴണം. രോഗങ്ങളും ദുഃഖങ്ങളും പിടിച്ചുപറിയും കൊലപാതകങ്ങളും അനീതി ഒന്നുമില്ലാത്ത ലോകത്തിൽ, നിലവിളികൾ ഒന്നുമില്ലാത്ത ലോകത്തിൽ നമ്മുടെ മശികയോടൊപ്പം നമുക്കൊന്ന് വാഴണം. നമ്മുടെ പ്രത്യാശ അതായിരിക്കട്ടെ, നമ്മുടെ പ്രതീക്ഷ അതായിരിക്കട്ടെ. ലോകത്തിൽ നമുക്ക് എന്തെല്ലാം ഭൗതിക നന്മകൾ ഏത് വശങ്ങളിൽ നിന്ന് വന്നാലും ശരി, അതിലൊന്നും ആശ്രയിക്കാതെ, അതിലേക്ക് കണ്ണുകൾ നോക്കി നിൽക്കാതെ, നമ്മുടെ ഹൃദയത്തിനകത്ത് വാഞ്ച ഒന്ന് മാത്രമാകട്ടെ. കോരകുത്തമ പറയുന്നു, ഇത് എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു എന്ന് പറയുന്ന പോലെ ആയിരിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ രാജ്യത്തിൽ നമുക്ക് ഒരുമിച്ച് വാഴണം. അതിനുവേണ്ടി സ്വർഗത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.